എല്ലാം കൈവിട്ടതുപോലെയാണ് സുധിയുടെ ഭാര്യ പെരുമാറുന്നത്. സ്വന്തം മകനെ ആരെങ്കിലും നോക്കിക്കോ. ആരാണ്? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മകനെ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ നോക്കും, ഷുവർ. പക്ഷെ അങ്ങനെ കിട്ടില്ല എന്നും എനിക്കറിയാം. പിന്നെ വിജയത്തിന് വേണ്ടി നെഗറ്റീവ് പറഞ്ഞ് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണോ രേണു ഇങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കൊച്ചു മകന് 5 വയസ്സേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയുന്നു. 5 5.5 ആവട്ടെ. എന്തായാലും ആ കുഞ്ഞു മകനെ സോഷ്യൽ മീഡിയയുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കരുത് ഇനിയെങ്കിലും. അത് പറയുമ്പോഴാണ്, രേണു ഇത്തരം വാക്കുകൾ പറയുമ്പോഴാണ് മീഡിയക്കാർ ഒരുപാട് മുന്നോട്ട് വന്നിട്ട് അവിടെ വന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പം അത് കണ്ടുകൊണ്ട് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീഡിയോ വരും. ഒരു സഹോദരൻ രേണു പറഞ്ഞതിന്, അതായത് മകനെ ആരെങ്കിലും നോക്കിക്കോ, ഋതുലിന് 5 വയസ്സേ ഉള്ളൂ, അത് പറഞ്ഞപ്പോഴേ കിച്ചുവിന് 20 വയസ്സുണ്ട്, ഋതുലിന് 5 വയസ്സേ ഉള്ളൂ, ആരാന്ന് വെച്ചാൽ കൊണ്ടുപോയി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു. അത് പറഞ്ഞ സമയത്ത് അതിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു ബാലാവകാശ കമ്മീഷനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയിൽ വിവരങ്ങളൊന്നും അറിയിക്കാത്തതിനാൽ ആ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ അയച്ചിരിക്കുന്ന പരാതിക്ക് എന്നെ വിവരം അറിയിച്ചില്ല എന്നാണ് ആ സഹോദരൻ ചോദിക്കുന്നത്. അത് ഞാനിവിടെ സൈഡിൽ ആഡ് ചെയ്യാം. ഫ്ലവേഴ്സ് ചാനലിൽ ഒരിക്കൽ സുധി മക്കളെയും ഭാര്യയെയും കൊണ്ടുവന്നിരുന്നു. അന്ന് ഋതുലിനെ കുറിച്ചും രാഹുലിനെ കുറിച്ചും സുധി പറഞ്ഞ വാക്കുകൾ, അതോടൊപ്പം തന്നെ രേഷ്മയെക്കുറിച്ചും പറഞ്ഞിരുന്നു. ലക്ഷ്മി നക്ഷത്ര പരിചയപ്പെടുത്തുമ്പോഴാണ് അങ്ങനെയൊന്നും പറഞ്ഞത് കിച്ചുവിനെ കുറിച്ചും. അപ്പോൾ സുധി പറയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് അത് ഇഷ്ടമല്ല, അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. പുള്ളിക്കാരിയുടെ മൂത്ത മകനാണ് കിച്ചു. 2ാമത് വിവാഹം കഴിച്ചു എന്നൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും ആളെ കാണുന്നതും ആ സ്റ്റേജിലാണ്. ഞാനും കണ്ടത് ആ സ്റ്റേജിൽ വെച്ച് തന്നെയാണ്. അന്ന് കിച്ചു എന്ന മോനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആണോ ഇപ്പോൾ നടക്കുന്നത്? കിച്ചുവിന് 20 വയസ്സായി, ഋതുവിന് 5 വയസ്സായിട്ടേ ഉള്ളൂ, 5.5 വയസ്സായിട്ടേ ഉള്ളൂ. നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ നോക്കിക്കോ. കിച്ചു മാറി താമസിക്കുന്നത് പഠിത്ത സംബന്ധമായി എന്നാണ് അറിയാൻ പറ്റിയത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മളൊന്നും അവരെ തമ്മിൽ തെറ്റിക്കാനല്ല വീഡിയോ ചെയ്യുന്നത്. നല്ല രീതിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരുടെ അമ്മയും അച്ഛനും കൂടെ കാണും. കുറെ കഴിയുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അവർക്ക് പോയി കഴിയുമ്പം രേണുവിന് കൂട്ടായിട്ട് ഋതുൽ മാത്രമാകും. ഇപ്പൊ സുധിയുടെ വീട്ടിൽ കിച്ചു താമസിക്കുന്നത് പഠിത്തത്തിനാണല്ലോ. അവൻ ഇനി രേണുവിന്റെ കൂടെ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ അത് കിച്ചുവിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. നമുക്കാർക്കും അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിടാൻ പറ്റില്ല. മീഡിയയിലൂടെ കാണുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നുള്ളൂ. നേരിട്ട് നമ്മൾ പോയി കണ്ടാൽ അതിനെക്കുറിച്ചും പ്രതികരിക്കും. ഒരു ദിവസം പോകുന്നുണ്ട്. ഫേസ്ബുക്കിൽ സുധി മരിക്കണതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പലരിൽ നിന്നും കടം വാങ്ങി സുധി കാശ് കൊടുക്കാനുണ്ടെന്നും സുധിയുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് സുധി കൊടുക്കാൻ പറ്റാത്തത് എന്നുമെല്ലാം പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ്റെ ദയനീയ അവസ്ഥ. ഇത് ഒരാളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ, പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ചില വാക്കുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തിലാക്കുന്നതും നമ്മളെ മാനസികമായി തകർക്കുന്ന കാര്യങ്ങളായിരിക്കും. കാശ് കൊടുക്കാൻ ഉള്ളവനോട് കാശ് കിട്ടാനുള്ളവൻ പല രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അതെല്ലാവർക്കും, പണക്കാരനും പാവപ്പെട്ടവനോടും എല്ലാം ഒരേ ആറ്റിറ്റ്യൂഡായിരിക്കും. അത് കൊടുക്കാൻ പറ്റാതായപ്പോൾ വന്ന ഒരു കമൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആളെ അറിയില്ലായിരുന്നു ആ കമൻ്റ് അന്ന് വായിച്ചപ്പോൾ. അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും താജ് പത്തനംതിട്ട എന്ന ആ വ്യക്തിയെ വീഡിയോയിലൂടെ കാണാൻ പറ്റും.
അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ്: ശ്രുതി തരാനുള്ള കാശ് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ആളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരാള് അന്നേ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ടോ ജോലിക്ക് പോകാൻ പറ്റാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ഒരാൾ സഹായിക്കും എന്ന് വെച്ച് കാലാകാലത്തോളം നമ്മളെ ഒരാൾ സഹായിക്കണം, അവർ തന്നാൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന രീതിയിൽ ആവരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ നമുക്കും വിജയം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ശ്രുതിയുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അവര് എല്ലാ കാലവും നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, അവരെന്നും ധനാഢ്യനായിരിക്കണം. അവരുടെ വീട്ടിൽ ചിലവുകളൊന്നുമില്ലാത്ത ഒരാളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരാളെ കാലാകാലം സഹായിച്ചുകൊണ്ടിരിക്കും. വരുമാനമാർഗമൊക്കെ ഉണ്ടെങ്കിലേ. അല്ലാത്തിടത്തോളം എല്ലാവർക്കും എന്നും എല്ലാവരും സഹായിക്കില്ല. അതെങ്കിലും രേണുവിൻ്റെ അച്ഛനുമാണ് മനസ്സിലാക്കേണ്ടത്. ഈ രംഗത്ത് വന്നിരിക്കുന്നത് അവരാണല്ലോ സഹായത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ താജ് പത്തനംതിട്ട ഇന്നലെ ഇട്ടിരിക്കുന്ന കുറേ സ്ക്രീൻഷോട്ടുകളെല്ലാം കണ്ടു, പല ചാനലിലൂടെയും കണ്ടു. എല്ലാം 5000, 3000, 2000, 1000, 500 വരെ ഉണ്ട്. ഇത്രയും വിശദമായി ഇത്രയും പേര് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ആയിട്ടാണ് അത്രയും പണം വന്നത്. അപ്പോൾ അത് തങ്കച്ചന് ആണല്ലോ അത് കൈകാര്യം ചെയ്യുന്നത്. ശ്രുതിയുടെ മോന് കിച്ചുവിനും കൂടെ അവകാശമില്ലേ ശ്രുതിയുടെ പണത്തിന്? അടുപ്പത്തൊരു സാധനം വേവാൻ വെച്ചാൽ അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്. ഒരു സമയം വരെ അത് ഇളക്കണം. അത് വെന്ത് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്ത് അത് അടുപ്പിൽ നിന്നും വാങ്ങി മാറ്റി വെക്കണം. അല്ലാത്ത പക്ഷം ഇളക്കിക്കൊണ്ട് മാത്രം ഇരുന്ന് ഇടയ്ക്ക് കൈ വെട്ടുകൊണ്ടിരുന്നാൽ അത് കരിഞ്ഞു പോകത്തേ ഉള്ളൂ, ഒന്നിനും കൊള്ളത്തില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ ആ രേണുവിൻ്റെ അച്ഛൻ്റെയും സംഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ രേണു ഇങ്ങനെയൊക്കെ പറയാവോ? രേണുവിൻ്റെ അച്ഛൻ ഷർട്ടിട്ട് കഴിഞ്ഞാൽ സിംഗമാണ്, സിംഗം. ഷർട്ടിടാതെ സംസാരിച്ചിരുന്ന ഒരു മാധ്യമത്തിന്റെ മുന്നിൽ. അപ്പൊ പഞ്ച് പാവമായിരുന്നു, പാവം ഒരു മനുഷ്യൻ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും ഒന്ന് സഹായിക്കണമെന്ന് തോന്നും. അങ്ങനെയായിരുന്നു.